ട്രിപ്പ് ഗായ്സ്, അപ്പം ഇന്ന് രാവിലെ 5 മണിക്ക് വീട്ടിൽ എഴുന്നേറ്റ് വണ്ടി ഓടിച്ച് പോകാനാട്ടോ. ഇപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ അഡ്വഞ്ചർ കൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ജസ്റ്റ് യൂഎസ്ടി ഫോർക്കും ഫോഗ് ലാമ്പും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ യൂഎസ്ടി ഫോർക്കിൻ്റെയും ബ്രേക്കിങ്ങിൻ്റെയൊക്കെ ഒരു ചെക്കിംഗ് പീരീഡാണ് കേട്ടോ ഇന്ന് പോകുന്ന ഈ ഒരു റൈഡ്. അതായത് ഓടിച്ചൊന്ന് നല്ലൊരു കിലോമീറ്റർ ഓടിച്ചാൽ എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്ന് എനിക്കും അറിയാൻ പറ്റത്തുള്ളൂ. നോക്കി ഒരുവിധം മാക്സിമം ഫുള്ള് നല്ലോണം നോക്കി. ഇപ്പോഴും ബ്രേക്കിങ് കുറച്ചും കൂടെയൊക്കെ ഒരു ഇമ്പ്രൂവ് ആകാനായിട്ടുണ്ട്. അതൊന്ന് ഓടിച്ച് നോക്കട്ടെ. എന്നിട്ട് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യണമോ അല്ലെങ്കിൽ ലെഗ് മാറി പഴയ കാലിപ്പർ സെറ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റൈഡ് പോയിട്ട് വരുമ്പം എല്ലാത്തിനും ഒരു പരിഹാരം കിട്ടും. റിയർ ബ്രേക്കും ഇപ്പോൾ കുറവാണ്. ഞാൻ റിയർ RCVയുടെ MC കിറ്റ് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലീഡിങ്ങും ശരിയായിട്ടില്ല. അതും ഒന്ന് സെറ്റാക്കണം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് സ്ഥിരം പോകുന്ന പ്ലേസ് തന്നെയാണ്, വാഗമൺ തന്നെയാണ്. അപ്പം ഞാൻ മാത്രമല്ല, ബേക്കിൽ ഗായത്രി ഇരിപ്പുണ്ട്, പിന്നെ നമ്മളെ ബാറ്റിൽ ക്രൂയിസർ, ഫ്ലൈ മിഷൻ, പിന്നെ അവന്മാരുടെ 2 ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. അവർക്ക് കൊട്ടാരക്കര വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് റോഡ് ട്രിപ്പ്. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ അവന്മാരൊക്കെ വന്നിട്ട് നമുക്ക് കാണാം. ഗ്യാങ്സു അതാണ് കേട്ടോ. 4 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് റൈഡിൽ ഒരു കംപ്ലയിൻറ്റ് ഇവിടെ വെച്ച് കിട്ടി. അതിൻ്റെ 1.5 കംപ്ലയിൻ്റ് ആയിപ്പോയി കേട്ടോ. ഇപ്പോൾ ഫ്രീ ആയി കേട്ടോ. കുറച്ച് തണുത്തോളം ഒഴിച്ചപ്പോൾ ഫ്രീ ആയി. നേരത്തെ നല്ല സ്ട്രക്കായിരുന്നു, കാലിപ്പർ ജാമായി പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിപ്പോൾ തണുത്തോളം കാലിപ്പറിൽ വെച്ചൊന്ന് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്ട്രക്കുണ്ട്. അത് നമ്മൾ പോകുന്ന പോക്കിൽ പ്രശ്നമില്ല, പക്ഷേ ഈ വളവൊക്കെ വരാൻ മഴയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാകാമെന്ന് കേട്ടോ. അതായത് സ്കിഡായി വീഴണമെന്ന് തോന്നുന്നു. ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നല്ലതാണ്, പക്ഷേ മണക്കൂസും കൂടെ ബേക്കിയിരിക്കണം, ഗായത്രിയും കൂടെ ബേക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു പേടി, അതേ ഉള്ളൂ. ഇങ്ങനത്തെ കംപ്ലയിൻ്റൊക്കെ വരാൻ നേരത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ലഡാക്ക് ട്രിപ്പ് പോകണമെന്നില്ല, ഒരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഇതേപോലത്തുള്ള കംപ്ലയിൻറ്റ് എനിക്ക് സത്യത്തിൽ ഇഷ്ടമാണ്. ഇപ്പോൾ കംപ്ലയിൻറ്റ് വരണമെങ്കിൽ നമുക്ക് അതൊക്കെ റെഡി ആക്കാമല്ലോ. അങ്ങോട്ടൊക്കെ പോകാൻ നേരത്തെ നമ്മൾ ഒറ്റപ്പെട്ടു പോകൂലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയും കംപ്ലയിൻറ്റ് വരട്ടെ, വഴി നിൽക്കാത്ത കംപ്ലയിൻറ്റൊക്കെ വരട്ടെ, ശരിയാക്കാൻ പറ്റുന്നത്. നമുക്ക് ധനുഷ്കോടി പോയാണെങ്കിൽ എഞ്ചിനൊക്കെ പൊട്ടി തെറിക്കായിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് 6.9 കിലോമീറ്ററാണ് കുട്ടിക്കാനം. ആ പോകുന്ന വഴിയാണ്, ഞാൻ കാണിച്ചിരേണ്ട ആവശ്യമില്ല, എപ്പോൾ പോകുമ്പോഴും കാണിക്കുന്നതാണ്. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. കുറച്ച് തണുപ്പൊക്കെ വന്നപ്പം ആ ഒരു കാലിപ്പർ തണുത്തിട്ട് ഇപ്പം ജാമിങ് കാണിക്കുന്നില്ല. ആ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ടെങ്കിലും മിസ്സിങ്ങും ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പം ഞാൻ ഇതിൻ്റെ മാംസൺസിൽ 2 തട്ടൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതങ്ങ് റെഡിയായെന്ന് തോന്നുന്നു. പക്ഷേ റെക്കോർഡ് മീറ്ററിൽ വന്ന് കിടപ്പുണ്ട്. വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെള്ളമുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് പോവാം. അവന്മാരൊക്കെ വരുന്നേ ഉള്ളൂ. താഴോട്ട് പോണോ? ഞാൻ ഇന്നലെ വണ്ടിയുടെ ടയർ മാറിയായിരുന്നു കേട്ടോ, അതും പറയാൻ മറന്നുപോയി. പിന്നെ വേറെ ഇഷ്യൂ ഇതാണ് ടെങ് 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 അവിടുത്തെ ബോട്ട് ലൂസായി കിടക്കുന്നത്. ഓരോരോ പണികൾ വരുന്നത്. ടയർ ടൂറാർ എന്ന് പറഞ്ഞ റേസിൻ്റെ ടയറാണ്. ഓക്കെ, എനിക്കിഷ്ടമുള്ള ക്യാമറ ചൂസ് ചെയ്തോ. നോക്കിയേ, ബോഡി എടുത്തില്ല. ഒരു ട്രിപ്പിന് നമ്മൾ 3 പേർക്കും ക്യാമറ ഉള്ളോട്ടെ, 3 പേരും ക്യാമറ എടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഒരു ക്യാമറ പക്ഷേ യൂസ് ചെയ്യുള്ളൂ. അതാ ക്യാമറയുടെ അയ്യരളി. മുമ്പൊക്കെ ഐഫോൺ ആയിരുന്നു ക്യാമറക്ക. ക്യാമറയ്ക്കൊക്കെ ഒരു പഞ്ഞവുമില്ല. എൻ്റെ ടോപ്പ് ബോക്സിൻ്റെ അകത്ത് ഇരിപ്പുണ്ടൊരു ക്യാമറ, പക്ഷേ എടുക്കുന്നില്ല. വേണ്ട, പോവാം ഗായത്രി. അല്ലേ വെച്ചില്ലേന്നോ? പോടി അവിടെ നിന്ന്. ഇല്ല, തേച്ചില്ല. എന്ത് നിനക്ക് സ്മെല്ലടി? നീ തേച്ചില്ലേ? അതിപ്പോ ആലോചിച്ചെന്ത്? പോടി അവിടെ. എനിക്കാ നിങ്ങൾ വളഞ്ഞങ്ങാനത്തുനിന്ന് നമ്മൾ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, അവന്മാർക്കൊരു ഐഡിയ ഇല്ല എവിടെയാണ് പോണേന്ന്. ചുമ്മാ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാ. അപ്പോൾ ഏറ്റവും അടുത്തായിട്ടുള്ളത് 150 കിലോമീറ്ററല്ലേ ഉള്ളൂ വാഗമണക്ക.
അപ്പോൾ ചുമ്മാ ഇങ്ങോട്ടും ഇറങ്ങിയതാ. ചുമ്മാ ഇറങ്ങണേക്കാട്ടി കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ പോയാൽ വൈബായിരിക്കൂലേ, അങ്ങനെ ഇറങ്ങിയതാ. ചാർലി മൂവി ലൊക്കേഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് വണ്ടി പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ലൊക്കേഷൻ കേട്ടോ. ലോക്കാട് എക്സിറ്റ് എന്നാണ് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അത് വിളിക്കുന്നു തേയിലത്തോട്ടങ്ങൾ കേട്ടോ. നല്ല കിളിന്തലയൊക്കെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം വണ്ടി കയറ്റി വിടത്തില്ല. മുമ്പ് ഇങ്ങോട്ട് വണ്ടിയിൽ വന്നിട്ടുണ്ട്, ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ബൈക്ക് കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് നടക്കാന്ന് വിചാരിച്ചു. ഇഷ്ടായോ? ഇഷ്ടായോ ട്രിപ്പ്? അങ്ങനെ ചുമ്മാറാണ് എതിരി. നല്ലാണ് സ്മാർട്ടായിട്ട് കിടക്കണ. നീ പട്ടാളത്തിലൊക്കെ നടക്കണാണ്. ഓ അതായിരിക്കും അല്ലേ. നമ്മൾ ആ ലൊക്കേഷൻ എത്തി കേട്ടോ. മുമ്പൊക്കെ ഇവിടെയൊക്കെ ബൈക്കൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുത്ത ലൊക്കേഷനാണ്. ആ വെള്ളം കണ്ടില്ലേ, ഇവിടെയാണ് ഇപ്പൊ ദുൽഖർ നിന്ന് കസർത്ത് കാണിച്ച സ്ഥലം കേട്ടോ. നല്ല ക്ലീൻ വെള്ളം, എനിക്ക് അടിഭാഗം വരെ കാണാനായിട്ട് പറ്റും. ഗായത്രി, ഏതാണ് ഈ ലൊക്കേഷൻ? ചാർലിയുടെ ഏത് സീനാണത്? വണ്ടിയാ? ഏത് വണ്ടിയാണ്? എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ വായിന്ന് കിട്ടണം, അതാണ് ഞാൻ വീഡിയോ എടുത്തോണ്ട് ഇറങ്ങിയത്. ഇതിപ്പോ ആര് പറഞ്ഞു കേട്ടതാണ്? എവിടെന്നേക്ക് അറ്റവും പോലും കേട്ടല്ലേ, അത് വെച്ചിങ്ങ് തള്ളയാണ്. തുമ്പയ്ക്കായിട്ടില്ല വെള്ളം ചീട്ട് കണക്ക്. അത് നോക്കിയത് വീഡിയോ എടുക്കുകയാണ്. പോട്ടെ, ഇവിടെ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കൈലാസഗിരിയാണ് പോകുന്നത് കേട്ടോ. അവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. എങ്ങനെയാവണം എന്തോ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് അവിടെ. ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. സാധാരണ വാഗമൺ റൂട്ടാണ് വരുമ്പോൾ പിടിക്കാറ് കേട്ടോ. അപ്പം ഈ റൂട്ട് വന്നപ്പോൾ കൊള്ളാം, ഭംഗിയുണ്ട്. ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിൻ്റെ റൈഡിങ് പോസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. അത് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് 2 റേസർ ഇട്ടിട്ടാണ് ഈ ഹാൻഡിൽ ബാർ പൊക്കിയിരിക്കുന്നത്. അയ്യോ 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 അയ്യോ. അത് മാത്രമല്ല പുതിയതും പഴയതും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്റാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. ഇതിൻ്റെ ഹോൾഡറൊക്കെ ഞാൻ ഡ്യൂക്കിൻ്റെ ഹോൾഡറാണ് സെറ്റ് ചെയ്തിട്ടുള്ള. അതൊക്കെ കാണാൻ രസമുണ്ട്, ഇരിക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററാണിത്. നമുക്ക് എത്ര കിലോമീറ്ററോളം ആയിരുന്നു ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാനായിട്ട് വരും. കൊള്ളാം. കൈലാസഗിരി എത്തിയിട്ടുണ്ട്. ശിവൻ്റെയും പാർവതിയുടെ ഒരു ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടാണ്? കോടായല്ലേ മണ്ട? ഇതല്ലേ വഴി? ബൈക്ക് പോകൂലേ? കൈലാസഗിരി എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി താഴെ വെച്ചിട്ട് പറ്റില്ല. ട്രിപ്പ് പോകുമ്പോ നമ്മളെ കൂടെ വരാത്ത വിഷ്ണുവിന് കേക്കുന്നുണ്ടോ? മുകളിലോട്ട് കയറുമ്പോ ഇവിടെ 1-2 ശൂലങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അങ്ങോട്ട് പോവാനുള്ള വഴികാട്ടി. കണ്ടില്ലേ ഒരു ശൂലം? താഴോട്ടില്ല, മുകളിലോട്ട് ഒരു ശൂലം കിടക്കുന്നുണ്ടോ. നല്ല കോടയുണ്ട്. ഈ വഴി ഇങ്ങനെ നടന്നങ്ങ് പോണം. ഗായത്രി, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇത്രയുള്ള നല്ലോണം പറ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മളെ കൂടെ വരാത്ത വിഷ്ണു ആണ് വീഡിയോക്കാൾ ഇത് സ്ഥലം കാണുകയാണ് കേട്ടോ.
അതിന്റെ ടോപ്പ് നല്ല ഒട്ടിക്കത്ത കാറ്റ്, പറയുന്നത് ക്ലിയർ ആണെന്നാ അത്. നല്ല കാറ്റും ഉണ്ട്, അതേപോലെ തന്നെ നല്ല കോടയും കൊണ്ടുണ്ടോ, ഒത്തിരി കോട. അതേപോലെ തന്നെ നല്ല കിടുക്ക് തണുപ്പ്. നൈസ് നൈസ് നൈസ്. ലാസ്റ്റ് ശൂലം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സംസാരിക്കാൻ വയ്യ, എന്ത് റെസ്റ്റ് എടുക്കട്ടെ. ഇത് കണ്ടോ ഗായ്സ്, അപൂർവ കാഴ്ചയാണ്. ഗായത്രിയുടെ രോമ ഓടുകയാണ് കേട്ടോ. ആശകരി കഴിഞ്ഞ് നമ്മുടെ ആ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. നടന്ന് കിണ്ടം മറിഞ്ഞ് നടക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വരാം, വിസിറ്റ് ചെയ്യാം. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ, ഈ ഒരു സമയത്ത് നല്ല ക്ലൈമറ്റാണ് അവിടെ. നല്ല മഞ്ഞും നല്ല കാറ്റുമാണ്. ഓക്കെ, നമുക്ക് ഓഫ് റോഡ് ഇറങ്ങി തിരിച്ചു പോവാടി. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ. നല്ല കിടില മന്തി, നല്ല കിടില പീസ് കേട്ടോ. കുഞ്ഞു പീസ് കൊടുത്ത് ഇതൊരു ഫേസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള അവസ്ഥയാണ്. മന്തി വന്നതും തീർന്നു കേട്ടോ. കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇനി നമ്മളിപ്പോൾ ഉറുമ്പിക്കര പോകുന്ന ആ ഒരു വഴി കയറിയാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് നന്നാക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല റോഡാണ്. അപ്പം ജസ്റ്റ് ഈ റോഡൊന്ന് കയറി, അയ്യോ നോക്കാം അകത്തോട്ടൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ലാസ്റ്റ് ലൊക്കേഷനാണ്. നമ്മൾ വാഗമൺ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങി കേട്ടോ, 5 മണിക്ക്. സമയം ഇപ്പോൾ 4 മണിയായി, ഇതുവരെ ആയിട്ടും വാഗമൺ എത്തിയില്ല. 4 മണി ആയപ്പോൾ നമ്മൾ വാഗമൺ സിറ്റിയിലോട്ട് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സാധാരണ ഈ ഒരു ഞായറാഴ്ച എക്സ്പ്രസ് എടുത്തുകൊണ്ട് ഒരു ഓഫ് റോഡ് പോക്കാണ് പതിവ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും കൂടെ ആയിരുന്നു ഇന്ന്. എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇനിയും മാറ്റി മറിക്കാനായിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നല്ലൊരു ലോങ് റൈഡ് പോയാൽ കുറച്ച് അടുത്ത് ഓടിക്കാൻ നേരത്തെ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് കിലോമീറ്റർ മാറുമ്പോഴാണ് ഉള്ള കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അതൊക്കെ മാറിയിട്ട് നെക്സ്റ്റ് ട്രിപ്പ് പൊളിക്കണം. അപ്പോൾ ഗൈസ്, നമ്മളെ റൈഡ് അങ്ങനെ അവസാനിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക് എടുത്ത പ്ലാച്ചേരിയിൽ ഒന്ന് നിൽക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വീടെത്തും. അപ്പം ഇന്നത്തെ റൈഡിങ് വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. രമേശാ പൈസ എനിക്കായിരിക്കും. സെറ്റല്ലേ ബ്രോ? ട്രിപ്പ് സെറ്റല്ലേ? സെറ്റ്. ഓ, ഇതായിട്ട് സെറ്റല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.